സാക്കിർ നായിക്ക് ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ മെമ്പറല്ല. സാക്കിർ നായിക്ക് അദ്ദേഹത്തിന്റെ വിശ്വാസം, അദ്ദേഹം പ്രബോധനം ചെയ്യുന്ന ആദർശം എല്ലാ അർത്ഥത്തിലും ഏതെങ്കിലും ഒരു മതസംഘടനയുടെ അതിർവരമ്പുകൾക്കകത്തു നിൽക്കുന്നതാണ് എന്ന വിശ്വാസം എനിക്കില്ല. ഞാൻ സമസ്ത വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷെ സാക്കിർ നായിക്കിന്റെ വിശ്വാസം പൂർണ്ണമായി സമസ്തക്ക് അംഗീകരിക്കാൻ കഴിയുന്നതാണ് എന്ന ധാരണ എനിക്കില്ല. എന്നാൽ അയാൾ ഇസ്ലാഹിയാണോ? അതുമല്ല. ഇസ്ലാഹിയുടെ ഒരുപാട് വാദങ്ങളെ അദ്ദേഹം ഖണ്ഡിക്കുന്നുണ്ട്. മുജാഹിദുകൾ, സലഫികൾ ഈ ലോകത്ത് നടത്തുന്ന ഒരുപാട് വാദങ്ങളെ അദ്ദേഹം ഖണ്ഡിക്കുന്നുണ്ട്. അദ്ദേഹം ഈ ലോകത്തെ എല്ലാ മതങ്ങളെയും കൃത്യമായി പഠിക്കുകയും ആ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ഏകദൈവ സിദ്ധാന്തം എന്ന് പറയുന്ന വഹ്ദാനിയത്തിനെ ലോകത്തിന്റെ മുമ്പാകെ പഠിപ്പിച്ചു കൊടുക്കുകയും അത് ലോകത്തെ മറ്റുള്ള മനുഷ്യരെ കൊണ്ട് പോലും അംഗീകരിപ്പിക്കാൻ പ്രാപ്തിയുള്ള ഒരു പണ്ഡിതനാണ് സാക്കിർ നായിക്ക്. അദ്ദേഹം തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗവും നമ്മളൊന്നും കേട്ടിട്ടില്ല. ഇപ്പൊ മഹാരാഷ്ട്ര ഇന്റലിജൻസ്, മഹാരാഷ്ട്ര ക്രൈം ബ്രാഞ്ച്, മഹാരാഷ്ട്ര സ്പെഷ്യൽ ബ്രാഞ്ച്, ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ, അവരൊക്കെ ഈ സാക്കിർ നായിക്കിന്റെ ഒരുപാട് സീഡികൾ പരിശോധിച്ചിട്ട് അവർക്കും ഇതുവരെ അദ്ദേഹം തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിച്ചു എന്നൊരു വാക്ക്, ഒരു തെളിവ് കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. എന്തോ ആവട്ടെ, അയാൾ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അയാളെ ഇന്ത്യ രാജ്യം സൃഷ്ടിക്കുന്നതിനോട് നമുക്കാർക്കും എതിർപ്പില്ല. പക്ഷേ അദ്ദേഹം തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ രാജ്യം ഉചിതമായ നടപടിയെടുക്കുന്നതിന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എതിരല്ല. പക്ഷെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്തേ പറഞ്ഞുള്ളൂ? അദ്ദേഹത്തെ അങ്ങനെ ഒരു തീവ്രവാദം പ്രചരിപ്പിച്ചതായി നമ്മുടെ മുമ്പിൽ ഇന്നുവരെ ഏതെങ്കിലും തരത്തിലുള്ള രേഖകളില്ല. അത്തരം ഒരാളെ ഇന്ത്യ രാജ്യത്ത് പീഡിപ്പിക്കാൻ വേണ്ടി ഭരണകൂടം ശ്രമിക്കുന്നത് ബഹുസ്വരതയെ തകർക്കുന്ന ഇന്ത്യയിലെ ഫാസിസ്റ്റ് ഭരണ സംവിധാനത്തിന്റെ ധിക്കാരപരമായ നിലപാടാണ്. ആ നിലപാടിനെ മുസ്ലിം ലീഗ് എതിർക്കുന്നുവെന്നേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അപ്പോഴേക്കും എന്താ എപ്പിക്കാർ പറഞ്ഞത്? മുജാഹിദായ സാക്കിർ നായിക്കിനെ തൊട്ടാൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് പൊള്ളും. കണ്ടില്ലേ? ഫേസ്ബുക്കിലും വാട്സപ്പിലും. ഇത് ഏതാ കാലമെന്നറിയോ? ഈ കാലം അഖ്ലാഖ് എന്ന് പറയുന്ന നിരപരാധിയായ ഒരു മനുഷ്യനെ പശുവിനെ തിന്നോ എന്ന് കുറ്റപ്പെടുത്തി ഒരു ജനക്കൂട്ടം തല്ലിക്കൊന്ന കാലമാണിത്. ആ ആട്ടിറച്ചി മാത്രമായിരുന്ന ആ ഇറച്ചി ലാബിലേക്ക് അയച്ച് പരിശോധിച്ച് ആദ്യം ആട്ടിറച്ചിയാണ് എന്ന് റിപ്പോർട്ട് വന്നെങ്കിൽ വീണ്ടും ആ ഇറച്ചിയെ മറ്റൊരു ലാബിലേക്ക് അയച്ച് മാട്ടിറച്ചിയാണ് എന്ന് റിപ്പോർട്ട് വരുത്തിച്ച് അഖ്ലാഖിന്റെ കുടുംബം പശുവിനെ കൊന്ന കുറ്റത്തിന് അയാളുടെ പേരിൽ കേസെടുപ്പിച്ച കാലമാണ്, ലോകമാണ് ഈ ലോകം. രോഹിത് വെമുല, ദളിതൻ, പിന്നോക്കവർഗക്കാരൻ, ഈ സവർണ ഫാസിസത്തിന്റെ ഭരണത്തിന്റെ ദുഃഖത്തിന്റെ കീഴിൽ ജീവിക്കാൻ കഴിയാതെ ആത്മഹത്യ ചെയ്ത മണ്ണാണിത്. കനയ്യകുമാർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കാശ്മീരിൽ ചവിട്ടി വധിക്കപ്പെടുന്ന മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ കുറിച്ച് മിണ്ടിപ്പോയി എന്ന കാരണത്താൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തി ജയിലിലടക്കപ്പെട്ട മണ്ണാണിത്. യു പിയുടെ തെരുവോരങ്ങളിൽ പശുവിനെ കൊണ്ട് വിൽക്കുന്നു എന്നാരോപിച്ചുകൊണ്ട് ചെറുപ്പക്കാരെ രാജഭരണത്തെയും ലജ്ജിപ്പിക്കുന്ന വിധം ചമ്മട്ടിക്കൊണ്ട് പരസ്യമായി പ്രഹരിക്കുന്നു നോക്കി നിൽക്കുന്ന ഭരണകൂടത്തിന്റെ കാലമാണിത്. അത്തരമൊരു കാലം സുബഹി നമസ്കരിക്കുമ്പോ കുനൂത്തോതണമോ വേണ്ടയോ എന്ന തർക്കത്തിന്റെ പേരിൽ കുനൂത്തോതണ്ട എന്ന് പറയുന്നവൻ ജയിലിലടച്ചാൽ ചിരിക്കേണ്ട കാലമല്ല എന്ന് താടിയും തലഭാവം വെച്ച വല്ലമാർക്ക് അറിയില്ലെങ്കിൽ അവരെ പഠിപ്പിച്ചു കൊടുക്കാൻ ഈ സമുദായം ഉയർത്തെഴുന്നേൽക്കേണ്ട ഒരു കാലമാണിത് എന്നാണ് ഞാൻ പറയുന്നത്. നമസ്കാരത്തിൽ കൈകെട്ടേണ്ടത് നെഞ്ഞത്താണോ അല്ല വയറ്റത്താണോ? അതല്ല, പൊക്കിളിനും നെഞ്ഞിനും ഇടയിലാണോ? അതല്ല, കൈകെട്ടാതെ നിസ്കരിക്കാമോ എന്ന തർക്കം നമുക്ക് നടത്താം. പക്ഷേ കെട്ടാൻ നിനക്ക് കൈബാക്കിയുണ്ടാകണമെന്നും കൈ കെട്ടുകയോ കെട്ടാതിരിക്കുകയോ ചെയ്യാൻ നിന്റെ ഉടലിൽ മേൽ ശിരസ്സുണ്ടാകണമെന്നും നിനക്ക് ബോധമുണ്ടാകേണ്ട കാലമാണിത്. അത്തരമൊരു കാലത്ത് മുജാഹിദിന്റെ ആശയക്കാരനാണ് സാക്കിർ നായിക്ക്. അയാളെ ജയിലിലടച്ചോട്ടെ, ഞങ്ങൾക്ക് പ്രശ്നമില്ല.
എന്ന് പറയാൻ സാധിക്കുന്ന ഒരു മുല്ല, അത് പറയാൻ സാധിക്കുന്ന ഒരു മുസ്ലിയാർ. എന്തിന്? ഗുജറാത്തിൽ അങ്ങനെ മുസ്ലിങ്ങൾക്കെതിരെ പീഡനം നടന്നതായി മൂപ്പര് ഇതുവരെ അറിഞ്ഞിട്ടില്ലത്രേ. ഇന്ത്യയിൽ അസഹിഷ്ണുത നടമാടുന്നതായി അയാൾക്ക് തോന്നിയിട്ടില്ലത്രേ. ബെൻസ് കാറിൽ കാളമ്പാടി ഉസ്താദ് ഓട്ടോറിക്ഷ